വാർത്തകളിലേക്ക് വിശദമായി. തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രിയും നിലവിൽ MLA-യുമായ ആന്റണി രാജു കുറ്റക്കാരൻ. ആന്റണി രാജുവിനെതിരെ ഗൂഢാലോചനയും തെളിവ് നശിപ്പിക്കലും തെളിഞ്ഞു. തിരുവനന്തപുരം നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയാണ് കുറ്റപത്രം സമർപ്പിച്ച് 19 വർഷങ്ങൾക്ക് ശേഷം വിധി പറഞ്ഞത്. മയക്കുമരുന്ന് കേസിലെ പ്രതിയെ രക്ഷപ്പെടുത്താൻ അഭിഭാഷകൻ കൂടിയായ ആന്റണി രാജു തൊണ്ടി മുതലിൽ കൃത്രിമം നടത്തിയെന്നായിരുന്നു കേസിൽ തിരുവനന്തപുരം CJM കോടതി ഉച്ചയ്ക്ക് 2:45 വിധി പറയും. ജീവപര്യന്തം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമായതിനാൽ MLA സ്ഥാനം നഷ്ടമാകുന്നതിനു പുറമെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നീക്കത്തിനും തിരിച്ചടി ഉണ്ടാകും. വി അരുൺ വാർത്തയുടെ വിശദാംശങ്ങളായി ചേരുന്നുണ്ട്. അരുൺ, തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ അങ്ങേയറ്റം നിർണായകമായിരുന്നു ആന്റണി രാജുവിന് ഈ വിധി. ഇനി ശിക്ഷാവിധി അത് അല്പസമയത്തിനകം ഉണ്ടാകും. അതിൽ എന്തെങ്കിലും പ്രതീക്ഷ വയ്ക്കുന്നുണ്ടാകുമോ ആന്റണി രാജു? തീർച്ചയായിട്ടും ആന്റണി രാജു വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. കാരണം ഇനി ആഴ്ചകൾക്കപ്പുറത്ത് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ്. ആന്റണി രാജു മത്സരിക്കുന്ന കാര്യം പോലും സംശയത്തിലാക്കുന്ന തരത്തിലാണ് കേസിൻ്റെ മുന്നോട്ട് പോക്ക്. 2:45 കോടതി വിധി പറയും. മജിസ്ട്രേറ്റ് കോടതിക്ക് സെഷൻസ് കോടതിക്ക് വിധി മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് CJM കോടതിയിലേക്ക് മാറ്റണമെന്നാണ്. അതായത് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന കേസാണ്. അതിൻ്റെ വിധി പറയാൻ ഈ കോടതി കഴിയില്ല. അതുകൊണ്ട് അത് തിരുവനന്തപുരം CJM കോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത്. അതിലടക്കം 2:45 കേസിൽ വിധി പറയും. ആന്റണി രാജുവിന് വലിയ തിരിച്ചടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ വലിയ ശിക്ഷ ലഭിച്ചാൽ ആന്റണി രാജുവിന് നിയമസഭാംഗത്വം റദ്ദാക്കേണ്ടി 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിച്ചാൽ ആന്റണി രാജു നിയമസഭാംഗത്വം റദ്ദാക്കേണ്ടി വരും. അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടാകും. ഏതായാലും 3 പതിറ്റാണ്ടിലേറെ നീണ്ട ഒരു കേസാണ്. അന്ന് ആന്റണി രാജു ജൂനിയർ അഭിഭാഷകനായിരിക്കെ വന്ന കേസിലാണ് ഇപ്പോൾ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. വിധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് 409 വകുപ്പ് വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവ് ശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റമാണ്. ശിക്ഷ വിധിക്കാൻ ഈ കോടതിക്ക് ഇപ്പോൾ കേസ് പരിഗണിച്ച നെടുമങ്ങാട് കോടതിക്ക് അധികാരമില്ല. അതുകൊണ്ട് മേൽക്കോടതിയിലേക്ക് മാറ്റണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ആവശ്യമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. ഏതായാലും 2:45 കേസിൽ വിധി പറയും. ആന്റണി രാജു രാഷ്ട്രീയ ഭാവിയുടെ കൂടി വിധിയായി ഇത് മാറും. ഇതേ കേസിന് പേരിൽ ഒരു തവണ ആന്റണി രാജുവിനെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. അന്ന് കോടതി ഇടപെടലില്ല, മറിച്ച് VS അച്യുതാനന്ദൻ 2006-ൽ ആന്റണി രാജുവിന് സീറ്റ് നൽകരുതെന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെയാണ് അന്ന് ആന്റണി രാജുവിന് മത്സരിക്കാൻ കഴിയാതെ പോയത്. ഇപ്പോൾ മറ്റു തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുമ്പോഴും ആന്റണി രാജു ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആന്റണി രാജുവിന് കടുത്ത ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഒരുപക്ഷെ ഇന്ന് ഈ വിധി പ്രഖ്യാപനം ഉണ്ടാകില്ല. പകരം മജിസ്ട്രേറ്റ് കോടതി CJM കോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യത്തിലാകും കേസ് മാറാൻ പോകുന്നത്. പക്ഷേ ഈ ജീവപര്യന്തം അല്ലെങ്കിൽ അതിനോട് അടുത്ത ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ ആന്റണി രാജു ഒരുപക്ഷെ ഇന്ന് ജയിലിലേക്ക് പോകേണ്ടി വരും. ആന്റണി രാജുവും കൂട്ടുപ്രതി 1-ാം പ്രതി KS ജോസഫ് കുറ്റക്കാരനെന്നാണ് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കണ്ടെത്തിയത്. 10 വർഷം മുതൽ ഒരു ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ 2 പ്രതികൾക്കെതിരെയും തെളിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ CJM കോടതിയിൽ വേണം ശിക്ഷ വിധിക്കേണ്ടതെന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത്. 1990-ൽ നടന്ന കേസാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച് 2 പാക്കറ്റ് ലഹരി മരുന്നുമായി എത്തിയ പ്രതി ഓസ്ട്രേലിയൻ പൗരനെ ആദ്യം കോടതി ശിക്ഷിച്ചു. പിന്നീട് അയാളെ കുറ്റവിമുക്തനാക്കാൻ വേണ്ടി കോടതി മുറിയിൽ നിന്ന് തൊണ്ടി മുതലായ അടിവസ്ത്രം മാറ്റി ഇയാളുടെ അളവിലുള്ളതല്ല എന്ന് സ്ഥാപിക്കാനായിരുന്നു ശ്രമം. അതിൻ്റെ ഭാഗമായി പ്രതിയെ പിന്നീട് ഹൈക്കോടതി വെറുതെ വിടുകയും ചെയ്തു. ഇതേ പ്രതി മറ്റൊരു കേസ് ജയിലിലാകുമ്പോൾ സഹ തടവുകാരനോട് നടത്തിയ വെളിപ്പെടുത്തലാണ് ഈ കുരുക്കിലേക്ക് ആന്റണി രാജുവിനും കോടതിയിൽ ക്ലർക്കായിരുന്ന ജോസിനുമൊക്കെ ഇങ്ങനെ ഒരു കുരുക്കായി മാറിയത്. ശിക്ഷ ഈ കേസ് തന്നെ ഇല്ലാതാക്കണമെന്ന് ആവശ്യപ്പെട്ട് ആന്റണി രാജു ഹൈക്കോടതിയൊക്കെ സമീപിച്ചത്. പക്ഷേ ഫലമുണ്ടായില്ല. വിചാരണ നടത്തുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിധിയിലേക്ക് എത്തിയിരിക്കുന്നത്. ആന്റണി രാജു എന്ന ഇടതുമുന്നണി MLA-ക്ക് വലിയ തിരിച്ചടിയാവുന്ന തരത്തിലുള്ള ഒരു വാർത്തയായി ഒരു കേസായി ഇത് മാറുകയാണ്. 2:45 ആന്റണി രാജു രാഷ്ട്രീയ ഭാവിയുടെ കൂടി വിധി കോടതി പറയും. അപ്പോൾ ഈ പ്രോസിക്യൂഷന്റെ അപേക്ഷയുടെ സാഹചര്യത്തിൽ CJM കോടതി തന്നെയായിരിക്കും ശിക്ഷാവിധി പറയുക എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ അരുൺ? അപ്പോൾ അതിൽ ഇനി ഒരു ശിക്ഷാവിധി ഉണ്ടായാൽ തന്നെ അടുത്തത് എന്താണ്? ഉടൻ തന്നെ ജയിലിലേക്ക് പോകേണ്ട സാഹചര്യവും ഉണ്ടാകില്ലേ ആന്റണി രാജു? ഈ 2 വർഷത്തിന് മുകളിൽ ശിക്ഷ വിധിക്കാനാണ് കോടതിയുടെ തീരുമാനമെങ്കിൽ സ്വാഭാവികമായും ആന്റണി രാജുവിനെ ജയിലിലേക്ക് മാറ്റാനാണ് സാധ്യത. അങ്ങനെ അല്ല എങ്കിൽ ഈ 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ മാത്രമേ ഈ കേസിന് കോടതി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ശിക്ഷാവിധി പ്രഖ്യാപിക്കും. ഈ 2 ഹർജിയിലും കോടതി ഇനി വിധി പറയേണ്ടതുണ്ട്. 2:45 ആ കേസിൽ വിധി പറയുക. ആദ്യം ഈ പ്രോസിക്യൂഷന്റെ ആവശ്യം CJM കോടതിയിലേക്ക് മാറ്റണമെന്ന ആവശ്യത്തിൽ കോടതി വിധി പറയും. അത് തള്ളുകയാണെങ്കിൽ പക്ഷേ ആന്റണി രാജുവിന് കുറഞ്ഞ ശിക്ഷയാകാം
ലഭിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാകാം. അങ്ങനെയെങ്കിൽ ആന്റണി രാജുവിന് കോടതിയിൽ തന്നെ ശിക്ഷ ലഭിച്ചാലും ജാമ്യത്തിൽ ഇറങ്ങാൻ കഴിയും. ഈ നെടുമങ്ങാട് കോടതിയിൽ തന്നെ ജാമ്യത്തിൽ ഇറങ്ങാൻ കഴിയും. പക്ഷേ അതിൽ കൂടുതൽ ശിക്ഷയാണെങ്കിൽ ആന്റണി രാജു മറ്റു കോടതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ പക്ഷേ ഈ കുറ്റക്കാരനെ കണ്ടെത്തിയ സ്ഥിതിക്ക് ആന്റണി രാജു ഇന്ന് തന്നെ ജയിലിലേക്ക് പോകേണ്ട സാഹചര്യം ഉണ്ടാകാം. അത് ഈ കോടതി വിധിയുടെ കാഠിന്യം അനുസരിച്ചിരിക്കും ആന്റണി രാജു ജയിലിലേക്കാണോ അല്ല പുറത്തേക്കാണോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാവുക.